എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ്. ആമേൻ. ആരാധനയ്ക്ക് തലമുറകളെ വിടാതെ, ആമേൻ, തലമുറകളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നൽകാതെ ഒക്കെ ശത്രു തടസ്സം ചെയ്തു വച്ചേക്കുകയാണ്. ഈ തടസ്സത്തെ നമ്മൾ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആമേൻ. കർത്താവേ, തരണേ 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 എന്നുള്ള പ്രാർത്ഥനയ്ക്ക് തരണേ 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 എന്നുള്ളതൊക്കെ വിട്. എന്നിട്ട് പറ, ശത്രുവിനെ പിടിച്ചുകെട്ട്, അവനെ പിടിച്ചു കെട്ടിയിട്ട് പറയണം, എടാ, ഇനി നിനക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളെ നശിപ്പിക്കാൻ കഴിയത്തില്ല, അതിനെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. അത് വാഗ്ദത്ത സന്തതിയാണ്, സാധാരണ സന്തതിയല്ല, വാഗ്ദത്ത സന്തതിയാണ്. ഈ ദിവസങ്ങൾ അമ്മമാർ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കണം. നിർജീവമായ ശരീരത്തിലേക്ക് ജീവന്റെ ശക്തി വ്യാപരിക്കണം, നിർജീവമായതിലേക്ക് ജീവന്റെ ശക്തി വ്യാപരിക്കണം. ആമേ. വാഗ്ദത്ത തലമുറകളെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നൽകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലടികൾ ദുഷ്ടന് വേണ്ടി ഓടാനുള്ളതല്ല, ഞങ്ങളുടെ തലമുറകളുടെ കാലുകൾ ആമേ ലോകത്തിന് വേണ്ടി ഓടാനുള്ളതല്ല. അത് അടക്കി വെച്ച ആലയത്തിനകത്തേക്ക് ദൈവിക നന്മയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. ഇന്ന് പകൽ അങ്ങനെയുള്ള വെളിപ്പാട് കണ്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാക്കളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന കൈമാറുകയാണ്. തീർന്നില്ലേ? ആമേ. നമ്മുടെ നന്മകളെ ആമേ ശത്രു അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. കയ്യിൽ കിട്ടുന്നതിനെ ശൂന്യമാക്കി കളയുകയാണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല നമുക്ക്. ഇന്ന് പകൽ ആത്മാവിൽ ആ നന്മയെ കരത്തിലേന്തി പറയണം. ആമേൻ. ഈ നന്മ, ആമേൻ, നിനക്കും നന്മ വരും. എന്റെ അധ്വാന ഫലത്തെ തിന്നാൻ അനുവദിക്കാതെ എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തി കളയുന്ന ചിലതുണ്ട്. ആത്മമണ്ഡലത്തിൽ അതിനെ പിടിച്ചുകെട്ട് എന്നിട്ട് പറ, ഇതിനകത്ത് എനിക്കൊരു വലിയ നിറവ് വെളിപ്പെട്ട് വരണമേ എന്ന്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ആമേ, ഒഴിഞ്ഞൊരു വലയുമായിട്ട് പത്രോസ് നിൽക്കുന്നത്. പക്ഷെ പത്രോസിന്റെ കരത്തിൽ കൂടി തന്നെയാണ് ആ നിറവ് താൻ കണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരത്തിൽ കൂടി കർത്താവിന്റെ നന്മ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ നീട്ടി പറയണം. ഈ കരത്തിൽ എനിക്ക് കൂടി നന്മ കണ്ടേ പറ്റത്തുള്ളൂ. എന്റെ കരത്തിൽ നന്മ കണ്ടില്ലെങ്കിൽ വേറെ ആരെ കരത്തിലാണ് നന്മ കാണുന്നത്? ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മപ്രവാഹത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ സർവശക്തനായ കർത്താവ് ആമേൻ നമ്മോട് കൂടെയുണ്ട്. വചനം പറയുന്നത് ആമേൻ ഇങ്ങനെ പറയുന്നു, ആമേൻ, അവൾ എണ്ണ നിന്നു പോയി, പാത്രം കുറഞ്ഞോ അപ്പോ എണ്ണ നിന്നു. നമ്മുടെ വിഷയങ്ങൾ ആമേൻ തീരാൻ പോകുക. നമ്മുടെ സങ്കടങ്ങൾ, കർത്താവ്, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഈ ആമേൻ എന്റെ സങ്കടങ്ങളൊക്കെ തീരുന്നത് വരെയും കർത്താവിന്റെ പകർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പാത്രങ്ങൾ എപ്പോ തീർന്നോ ആ സമയത്ത് എണ്ണ നിന്നു പോയെന്ന് പറയുകയാണ്. നിന്റെ കണ്ണുനീർ തീരുന്നത് വരെയും ദൈവത്തിന്റെ മറുപടി വന്നുകൊണ്ടേയിരിക്കും. അവസാനം കരയാൻ കർത്താവ് അനുവദിക്കത്തില്ല, വേദനിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല, നീറി കഴിയാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം എന്റെ കർത്താവ് നിറവിന്റെ കർത്താവാണ്, എന്റെ കർത്താവ് പകർച്ചയുടെ കർത്താവാണ്, എന്റെ കർത്താവ് ആമേൻ സർവകൃപാലുവായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്. അവൻ വചനം പറയുന്നു, അവൻ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. അവൻ അടുത്ത ഭാഗം, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകളുടെ നീയ മക്കൾ ഉപജീവനം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. കണ്ടോ? അവൻ ഒരു വലിയൊരു ശേഷിപ്പ് കർത്താവ് അവർക്കായി വച്ചു എന്നാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ പലരോടും പല ഭാഗങ്ങൾ ചോദിച്ചു വരികയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ശേഷിപ്പ് കർത്താവ് വയ്ക്കാൻ പോവുകയാണ്. ആമേൻ. നമ്മൾ ആത്മാവിൽ അത് കാണണം. ആത്മമണ്ഡലത്തിൽ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ നന്മ നിന്നു പോകരുത്, ഒരു ശേഷിപ്പ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. എനിക്ക് വേണ്ടി ഒരു വലിയൊരു ഉപജീവന മാർഗത്തിന്റെ മുഖാന്തരങ്ങൾക്ക് ഒരു വലിയൊരു ശേഷിപ്പ് തന്നേ പറ്റത്തുള്ളൂ.